ഗുഡ് മോർണിംഗ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വ്ളോഗ് എന്ന് വെച്ചാൽ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി ആൻഡ് ഡെലിവറി സ്റ്റോറി. അതിങ്ങനെ ഒരു കഥയായിട്ട് പറയാം. അപ്പോൾ അതാണ് ഇന്ന് എൻ്റെ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ ആദ്യത്തെ ഒരു 5-6 മന്ത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അവസാനം മറ്റേ വൈറ്റമിൻ ടാബ്ലറ്റ്സ്, പ്രഗ്നൻസി വൈറ്റമിൻ ടാബ്ലറ്റ്സ് അതൊക്കെ എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു 5-6 മന്ത്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെല്ലാം കുറച്ചും കൂടി ഈസിയായി. കുറച്ചും കൂടെ ഞാൻ മറ്റേ ഫുഡ് കഴിക്കാൻ പറ്റി തുടങ്ങി. എൻ്റെ വെയിറ്റ് കുറച്ചും കൂടി സ്റ്റേബിളായി. പിന്നെ ഞാനൊരു 100 കിലോ അടുപ്പിച്ച് വെയിറ്റ് കൂടിയായിരുന്നു. അത് പിന്നെ പ്രഗ്നൻസി വെയിറ്റൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം അങ്ങനെയായിരുന്നു മറ്റേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ എനിക്ക് അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റാതെ ഞാൻ അവിടെ വെൻഡിങ് മെഷീനിൽ നിന്ന് കോക്കൊക്കെ എടുത്ത് കുടിക്കുമായിരുന്നു. അപ്പോൾ അത് കുറച്ച് കാമാക്കും. കോക്ക് അല്ലെങ്കിൽ സ്പ്രൈറ്റ് പോലെ എന്തെങ്കിലും കുടിക്കുമ്പോൾ അതൊന്ന് കാമാവുമായിരിക്കും. പക്ഷേ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തവണ ഞാൻ ഛർദ്ദിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഒരു 4 മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് നമുക്ക് മറ്റേ കോവിഡ് കാരണം ക്ലാസ് ഓൺലൈൻ ആക്കിയത്. മറ്റേ നമ്മുടെ എല്ലാ ക്ലാസ്സും പിന്നെ നമ്മൾ ടീച്ചർമാർ വന്ന് മറ്റേ സൂം മീറ്റിംഗ് വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഓരോ സ്പെസിഫിക് സമയം വെച്ച്. അപ്പം ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ മറ്റേ ക്യാമറ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് ബാത്റൂമിൽ പോയി ഓടിയിട്ട് വരും. അതായിരുന്നു മറ്റേ സ്റ്റാർട്ടിങ്. പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഒരു 8 മന്ത്സ് അടുപ്പിച്ചായപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ചെറുതായിട്ട് ഓപ്പണായി തുടങ്ങി. അപ്പോൾ ഇനി അടുത്ത 4 to 5 വീക്സ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. 36 വീക്കായിരുന്നു. അപ്പോൾ ഞാൻ മറ്റേ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റി ഈ പെൻഗ്വിനൊക്കെ നടക്കത്തില്ലേ, അതേപോലെയൊക്കെ നടന്നിരുന്നത്. അപ്പം പുള്ളി പറഞ്ഞു അത് ഇനിയും ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും മറ്റേ എമർജൻസി C-സെക്ഷൻ പോലെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ആ കൊച്ച് നേരത്തെ ജനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു 4 മാസം ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇരിക്കും. അധികം ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ഡാൻസൊക്കെ അന്നും ചെയ്യുമായിരുന്നു, ഇന്നും ചെയ്യണം. അപ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസൊക്കെ ചെയ്യാൻ. കാരണം ഡാൻസ് ക്ലാസ് ചേർത്തിട്ടുണ്ട്. അതവിടെ പോയിട്ട് വേണം ഡാൻസ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ ഇവൻ ജനിക്കാറാവണേൻ്റെ ഒരു 39 വീക്സിലാണ് ഇവൻ ജനിച്ചത്. 39 വീക്സിൽ ജനിക്കുന്നതിന് മുമ്പത്തെ ദിവസം ഞാൻ മറ്റേ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി. സാധനങ്ങളൊക്കെ മേടിച്ച് എൻ്റെ റൂംമേറ്റ് വരെ പോയത്. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് എല്ലാം സെറ്റാക്കാമല്ലോ, ഇനി 1 വീക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇങ്ങനെ വാട്ടർ ബ്രേക്ക് ആയതെന്ന് വെച്ചാൽ കോമഡിയാണ്. അതായത് ഞാൻ മറ്റേ ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവർക്കാർക്കും അറിയത്തില്ല ഞാൻ പ്രഗ്നൻ്റ് ആണ്. കാരണം ഞാൻ ഇച്ചിരി വണ്ണമുള്ള പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ലൂസ് ഉടുമ്പോൾ കിട്ടാനാണ് പോയത്. അപ്പം ഞാൻ മറ്റേ അവിടെ പോയപ്പോൾ അവർ ഓറിയൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 39 വീക്കിന് ഫസ്റ്റ് ഡേ അന്ന്. അപ്പോൾ ഞാൻ ഓറിയൻറ്റേഷന് പോയി. അത് ഒരു 2-3 മണിക്കൂർ പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ലഞ്ച് ടൈമിൽ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു റൂംമേറ്റ് വന്ന് നമ്മളിങ്ങനെ കാഷ്വലി കിച്ചണിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഇങ്ങനെ മറ്റേ ആ വാട്ടർ ബ്രേക്കായി. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വാട്ടർ ബ്രേക്കായി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ റൂംമേറ്റ് ടാപ്പിലൊക്കെ നോക്കുന്നത്. എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ച് മുള്ളിയെന്ന്. പക്ഷേ ഫ്ലോ ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മുള്ളിയതല്ലാന്ന്. അപ്പോൾ അവളവിടെ നോക്കി, ഞാൻ എന്തൊക്കെയോ ആലോചിക്കുന്നത്. ഞാൻ വെച്ച് തേഞ്ഞ്. പക്ഷെ എനിക്ക് വേദനയൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ കൂടുതൽ ബസ്സിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആവശ്യമുള്ളപ്പോൾ ഞാൻ വൈകിട്ട് ഈവനിങ് വാക്കൊക്കെ പോകുമായിരുന്നു ഒരുപാട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു നെയ്ബറിനെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ജോലിക്ക് പോകുന്നതാണ്, ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് വണ്ടി എടുത്തങ്ങ് വന്ന് നമ്മളെ കയറ്റിക്കൊണ്ട് പോകാൻ വന്നു. അപ്പം ഞാൻ നേരത്തെ കൂടി ഒരു ബാഗ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ പുള്ളി വന്ന് നമ്മൾ വണ്ടി കയറാറായപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ചാർജർ എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ റൂമിൽ എന്നെ ഓട്ടിച്ച് പോയി വണ്ടി കയറുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയി വണ്ടി കയറി ഫ്രണ്ടിൽ കയറിയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ മൂശോ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണാണ്. അപ്പം വണ്ടി കയറിയിട്ട് അവിടെ എത്താറായപ്പോഴത്തേക്കും വണ്ടിയിൽ ആ സീറ്റ് നല്ലോണം നനഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ടവലുമെല്ലാം തന്നെ ഞാൻ തുടച്ച് തരാമെന്ന്. അപ്പോൾ പുള്ളി നീ കയറിപ്പോ, നീ അതൊന്നും ആലോചിക്കാമെന്ന് പറഞ്ഞ് കയറിപ്പോകാൻ പറഞ്ഞു.
അങ്ങനെ ഞാൻ കയറിപ്പോയി. ഇമേർജൻസിയിൽ നമ്മൾ കയറിപ്പോയത്. അപ്പോൾ 2 സെക്ഷനുണ്ട്, മറ്റേ വലിയ ഹോസ്പിറ്റൽ ഏരിയയും എമർജൻസി സെക്ഷനും. അപ്പോൾ ആ വഴി കയറിപ്പോയപ്പോഴത്തേക്കും അവർ മറ്റേ പേരും ഫോമൊക്കെ എഴുതി വെച്ചിട്ട് ചോദിച്ചു എന്താ ഇവിടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വാട്ടർ ബ്രേക്കായെന്ന് തോന്നുന്നു, അപ്പോൾ ഡെലിവറി ആയിരിക്കും. അപ്പോൾ അവർ നീ എന്താ ഇങ്ങനെ നിൽക്കണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും തോന്നിയില്ല, ഇത് എന്താ പറ്റുന്നതെന്നൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ പുള്ളിക്കാരത്തി പെട്ടെന്ന് നമ്മൾ മേലെ കയറ്റി പോകാം, നമ്മൾ വീൽ ചെയർ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വീൽ ചെയറൊന്നും വേണ്ട, ഞാൻ നടന്നു നോക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ മറ്റേ ഓക്കെ 3rd ഫ്ലോറിലേക്ക് പെട്ടെന്ന് പോകുന്ന ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ലിഫ്റ്റ് എടുത്ത് എൻ്റെ റൂംമേറ്റായിട്ട് മേലെ കയറിപ്പോയിട്ട് പുള്ളിക്കാരത്തി മറ്റേ അവിടെ പോയി കൗണ്ടറിൽ പോയിട്ട് ഇങ്ങനെ ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനും വന്ന് പറഞ്ഞു ഐ തിങ്ക് ഐ എം ഇൻ ലേബർ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ അവിടെ നിന്നപ്പോൾ എന്നെക്കാളും ഡബിൾ സ്ട്രെസ് അവളവിടെ നിന്ന് ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് ചാവാറായി. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ നേഴ്സ് വന്നിട്ട് പെട്ടെന്ന് എന്നെ റൂമിലേക്ക് മാറ്റി ഒരു ഗൗൺ പോലത്തെ ഒരു സാധനം ഇടാൻ തന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇടാം. ഇപ്പം ആ ഗൗൺ ഇട്ടേക്കുന്ന പിക്ചർ നിങ്ങൾ കണ്ടു കാണും. അത് മറ്റേ ശരിക്കും ഞാനും എൻ്റെ റൂംമേറ്റും അവിടെ കോമഡിയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് ബെഡിൽ നിന്ന് എണീച്ചൊക്കെ അവിടെ ഒരു സോഫ ഉണ്ടാകും, സോഫയിൽ നിന്ന് കോമഡിയൊക്കെ പറഞ്ഞ് ജനലിൻ്റെ വെളിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാക്കയെ പ്രാവിനെയൊക്കെ. അപ്പോൾ നേഴ്സ് വന്ന് വഴക്കൊക്കെ പറഞ്ഞ് പോയി കിടക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി കിടന്നു. പിന്നെ എനിക്കങ്ങനെ വേദന ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് ഒരു 1.5 മണിക്കാണ്. പിന്നെ എൻ്റെ കൂടെ ലേബറിന് എൻ്റെ റൂംമേറ്റും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര മെൻ്റലി ഫിസിക്കലി ഒരു സപ്പോർട്ടായിരുന്നു. കാരണം വേറെ ആരും അങ്ങനെ ഒരിക്കലും വരത്തില്ലല്ലോ. ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. അവരില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ഡിപ്രസ്ഡ് ആയി പോയേനെ. അങ്ങനെ ഡെലിവറി 12 മണിയായിട്ടും മറ്റേ വാട്ടർ മൊത്തം പോയി. പക്ഷെ കൊച്ചു ജനിച്ചില്ല. അങ്ങനെ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞൊരു സംഭവം മറ്റേ ഇഞ്ചക്ഷൻ ഇടുമല്ലോ വേദന വരാതിരിക്കാൻ, അതിട്ടതിന് ശേഷം ഒരു 1.5 മണിയൊക്കെ അടുപ്പിച്ചായപ്പോഴത്തേക്ക് മറ്റേ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു സംഭവം ഇടാൻ വേണ്ടി എൻ്റെ ഡോക്ടർ വെക്കേഷനിലായിരുന്നു. പക്ഷെ പുള്ളി ഇത്രയും ഇങ്ങനെ ആയിട്ടും പുള്ളി വന്നു. വെക്കേഷൻ ഹോളിഡേയിലായിരുന്നു, പക്ഷേ ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് എന്നെ ഇൻഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്ത് അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ മൂവ്മെൻറ്റ് വന്നു തുടങ്ങി. അപ്പോൾ അവൻ്റെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എൻ്റെ ഡെലിവറി തീരാതെ പുള്ളി പോയില്ല. അപ്പം ഹാർട്ട് റേറ്റ് നല്ല രീതിക്ക് ഡ്രോപ്പ് ആവുന്നുണ്ടായിരുന്നു പുഷ് ചെയ്യുന്നതിന് മുമ്പേ. അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ എനിക്ക് ആ ഒരു ടൈം മാത്രമേ പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. തല വെളിയിൽ വരുന്ന സമയം മാത്രം, ആ ടൈം മാത്രം നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതൊഴിച്ചു ഫുൾ ഡെലിവറി ഞാൻ മറ്റേ കാഷ്വലായിരുന്നു, സീരിയലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഡെലിവറീൻ്റെ 2-3 ക്ലിപ്സ് ഇടാം. Oh my god. It's so cute, Sunny. Is it music? നീ വീഡിയോ എടുത്തായിരുന്നു? അപ്പോൾ ഇതാണ് നല്ലൊരു മെമ്മറബിൾ മൊമെൻറ്റ്സ് ആയിരുന്നു ഇതെനിക്ക്. അങ്ങനെ അവനെ എടുത്തുകൊണ്ട് പോയി ക്ലീനൊക്കെ ചെയ്ത് തിരിച്ച് കൊണ്ടുവന്നു. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ലൈക്ക് നമ്മുടെ മനസ്സിൽ ആ ഒരു ഫേസ് എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി. മറ്റേ ഡേ കെയർ പുള്ളിക്കാരത്തി ഇവന് 3 ദിവസമായപ്പോഴാണ് വന്ന് കൊണ്ടുപോയത്. അപ്പോൾ ഇവൻ ജനിച്ചപ്പോൾ ഭയങ്കര വെളുത്തിട്ടിരിക്കുകയായിരുന്നല്ലോ. ഇവിടുത്തെ എല്ലാ പിള്ളേരും അങ്ങനെയല്ലേ ജനിക്കുന്നത്. അപ്പോൾ ഡേ കെയർ പുള്ളിക്കാരത്തി പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വൈ ഈസ് ഹീ സോ ഫെയർ എന്ന്. ഞാൻ പറഞ്ഞു ഡോണ്ട് വറി, കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ കളറ് പൊക്കോളും, അവൻ മറ്റേ എൻ്റെ കളറായിക്കോളും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ കൊണ്ടുവന്ന് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോൾ ഇടാം.
അപ്പം അങ്ങനെയാണ് അവർ മറ്റേ നല്ലപോലെ 2-3 ഔട്ട്ഫിറ്റ്സും പിന്നെ കുറച്ച് ഡൈപ്പേഴ്സും കുറച്ച് ഫോമുലയൊക്കെ തന്നു. അപ്പോൾ ഇവന് ജനിക്കുന്നവരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ജനിച്ചതിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ആദ്യം മറ്റേ ഇവനാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിന്നെ നിപ്പിൾ കവർ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് അവന് കൊടുത്തിട്ടും അവൻ അധികം കുടിക്കുന്നില്ലായിരുന്നു. പിന്നെ ഫോർമുല കൊടുക്കേണ്ടി വന്നു. പിന്നെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഫോർമുല ആൻഡ് മിൽക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജോലിക്ക് പോയ സമയത്ത് ഇടയ്ക്ക് വെച്ച് എനിക്ക് പമ്പ് ചെയ്ത് ഫുൾ ആവശ്യത്തിന് കൊടുക്കാൻ പറ്റിയില്ല. സ്ട്രെസ്സൊക്കെ കാരണം മറ്റേ ഇത് കുറഞ്ഞു, സപ്ലൈ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവന് ചെറുതായിട്ട് കോൺസ്റ്റിപ്പേഷൻ വന്നു തുടങ്ങി. ഫോർമുല പാൽ എപ്പോഴും കുടിച്ചിട്ടേ എല്ലാ ആൾക്കും പറ്റത്തില്ല. അവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും പറ്റും. ഇവിടുത്തെ പിള്ളേരെല്ലാം മറ്റേ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചല്ലേ വളരുന്നേ. അങ്ങനെ കോൺസ്റ്റിപ്പേഷനായി. പിന്നെ മറ്റേ സപ്പോസിറ്ററി ഒക്കെ വെക്കുമ്പോഴത്തേക്കാണ് അവൻ പൂപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് സ്ട്രഗിൾ തുടങ്ങി. അതൊന്നും ഓക്കെ ആയി വന്നപ്പോഴത്തേക്കും പിന്നെയും അവൻ മറ്റേ സ്ട്രെയിൻ ചെയ്ത് പൂപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രസ് ചെയ്ത് അപ്പോൾ അങ്ങനെ ചെയ്ത് ഇത്രയും കുഞ്ഞു കൊച്ചായതുകൊണ്ട് അവൻ്റെ വയറിലിങ്ങനെ അംബിലിക്കൽ കോഡ് ഇങ്ങനെ വലുതായി വന്ന് അങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു അംബിലിക്കൽ കോഡ്. അപ്പം ആംബിലിക്കൽ ഹേർണിയ എന്ന് പറയും. അതായത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ് ആംബിലിക്കൽ ഹേർണിയ. അപ്പം അതിന് ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല. കാരണം എൻ്റെ കയ്യിൽ എൻ്റെ പഴയ ഫോണ് ഇവൻ ഇച്ചിരി കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ബാക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം iCloud കയറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇവൻ മറ്റേ പാല് വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മറ്റേ പാലെടുത്ത്, അന്ന് കുറച്ചും കൂടെ 1 വയസ്സ് അടുപ്പിച്ചായിരുന്നു, പാലെടുത്ത് കുപ്പിയിലൊഴിച്ച് മൈക്രോവേവിൽ ജസ്റ്റ് ഒന്ന് ഒരു 10-15 സെക്കൻഡ് വെക്കുകയായിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ ഒരു കയ്യിലും ഇതൊരു കയ്യിലുമായിരുന്നു. അപ്പോൾ ഇവൻ താഴെ അപ്പെന്ന് പറഞ്ഞ് കരയുമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വെച്ചത് ഫോണായിപ്പോയി. ഫോൺ വെച്ച് മൈക്രോവേവിൽ ഒരു 3 സെക്കൻഡ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഫോൺ നമുക്ക് കരിയുന്നൊരു സൗണ്ട് കിട്ടുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തുറന്നു. പക്ഷേ ഫോൺ മൊത്തം പോയി. അപ്പോൾ ഭാഗ്യത്തിൽ ഇൻസ്റ്റാഗ്രാമിലും അവിടെ എവിടെയൊക്കെ ഞാൻ ഫോട്ടോ വീഡിയോ ഇട്ടേക്കുന്നതുകൊണ്ട് അതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആ മെമ്മറിയൊക്കെ എപ്പോഴേ പോയേനെ. പിന്നെ 1-2 ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം ഞാൻ ക്ലൗഡിൽ കയറ്റിയിട്ടുണ്ട്, ഡ്രൈവിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കയ്യിലുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ ആംബിലിക്കൽ ഹേർണിയ വന്നു. ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 വയസ്സായിട്ടും ഇത് പോയില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ ഞാൻ സ്ട്രെസ്ഡായി. അപ്പോൾ പുള്ളി പറഞ്ഞ് പേടിക്കണ്ട, അവൻ സൈസ് കൂടുന്തോറും അതകത്തേക്ക് ഷ്രിങ്ക് ആയിക്കോളും. അങ്ങനെ പക്ഷേ എന്നോട് പറഞ്ഞ് നീ കൂടുതൽ പമ്പ് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് ജോലിയിൽ കിട്ടുന്ന ബ്രേക്ക് എല്ലാം ഞാൻ പമ്പ് ചെയ്യും. രാത്രി ഉറങ്ങിയിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് എണീച്ച് പമ്പ് ചെയ്യും. നിങ്ങൾ പറ്റുന്നത്രയും ഞാൻ കൊടുത്തു. പിന്നെ പറ്റാത്ത മാത്രം വില കൂടിയ കുറച്ച് പൗഡറൊക്കെ ഉണ്ടായിരുന്നു ഫോർമുലയുടെ, അത് മേടിച്ച് ആണ് കൊടുത്തു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. പിന്നെ ഒരു 4-5 മാസമായപ്പോൾ തന്നെ ഇവരെ മറ്റേ സെറിലാക്കില്ലേ അതേപോലത്തെ ഫുഡ് കൊടുത്തു തുടങ്ങി. കാരണം ഇവന് അത്യാവശ്യം സൈസും വെയിറ്റും എല്ലാം ഉണ്ടായിരുന്നു. ആൾ ചക്കടുമായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പിടാം. Happy boy. Happy boy. Are you a happy boy? Oh no, what's that? ഒരു 7-8 ആഴ്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവൻ രാത്രി ഇവൻക്കറിയുക. അപ്പോൾ പാമ്പേഴ്സ് മാറ്റാൻ ഞാൻ ഊരിയപ്പോഴത്തേക്കും അവൻ്റെ മറ്റേ താഴത്തെ സംഭവത്തിൽ ഇങ്ങനെ ബൾജായിരിക്കുന്നു. കൊച്ചു കരച്ചിൽ. ഞാനങ്ങ് സ്ട്രെസ്ഡായി, ടെൻഷനായി. ഞാൻ കരയാൻ തുടങ്ങി. എന്ത് പറ്റിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ആംബുലൻസൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയി കൊച്ചിന്. അപ്പം എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നു. കാരണം മറ്റേ സ്കിന്നുള്ളതുകൊണ്ട്. അങ്ങനെ എൻ്റെ ഡോക്ടർ പറഞ്ഞു നമുക്ക് 2-3 ആഴ്ചയിലകത്ത് ഇത് സർജറി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, മറ്റേ ആ സ്കിന്ന് എടുത്ത് ഇത് ചെയ്യാൻ. അങ്ങനെ ഞാനവിടെ കരഞ്ഞ് വിളിച്ച് അവസാനം അവരെന്തൊക്കെ ക്രീമും ലോഷനൊക്കെ ഇട്ട് ഒന്ന് കാമാക്കി. പിന്നെ ആ ക്രീം എനിക്ക് വീട്ടിൽ തന്നു വിട്ട് അത് കുറച്ച് ദിവസം ഇട്ടിട്ട് അന്ന് ഫുള്ള് പോയി. പോയതും ഡോക്ടർ പറഞ്ഞു ഇനി നോക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാം. ബാക്കി എല്ലാ ഹെൽത്ത് കെയറും ഫ്രീ ആണ്, പക്ഷേ ഇത് ഫ്രീ അല്ല കേട്ടോ. ഈ ഒരു കാരണം ഇത് മാൻഡേറ്ററി അല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നുകൊണ്ട് മാത്രം അവർ ഇത് ചെയ്തത്, സർക്കംസൈസ് ചെയ്തത്. അപ്പം അത് ചെയ്ത് പിന്നെ 2-3 ആഴ്ച കെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എല്ലാ സ്ട്രഗിളും കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പോയി.
ഹോസ്പിറ്റലിൽ ഇവൻ ജനിച്ച സമയം മറ്റേ ഞാൻ അങ്ങ് ടയേർഡായിപ്പോയി. ഒരു 3:42 AM ജനിച്ചത്. അപ്പോൾ ഇവൻ ജനിച്ച ടൈമിൽ ഞാനങ്ങ് ടയേർഡായി. പക്ഷെ നല്ല സൂപ്പർ റൂമായിരുന്നു. റൂമിൻ്റെ ഒരു ഞാൻ ക്ലിപ്പ് ഇടാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹെൽത്ത് കാർഡിൽ കവേർഡാണ്. പക്ഷേ ഈ ഹെൽത്ത് കാർഡ് വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്നെങ്കിൽ സ്റ്റഡി പെർമിറ്റ്, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ്, അല്ലെങ്കിൽ PR സിറ്റിസൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് വേണം. നിങ്ങൾ ചുമ്മാ വിസിറ്ററിന് പോയൊന്നും ഫ്രീ ഹെൽത്ത് പറ്റത്തില്ല. അത് എല്ലാ പ്രോവിൻസിലും അങ്ങനെയില്ല. ഈ സസ്കാച്ചുവാൻ, അൽബർട്ട അങ്ങനെയുള്ള പ്രോവിൻസിലെ ഈ ഹെൽത്ത് കെയർ ഇങ്ങനെ കൊടുക്കത്തുള്ളൂ ഈ പെർമിറ്റൊക്കെ ഉണ്ടെങ്കിൽ. ബാക്കി എല്ലായിടത്തും ഇൻഷുറൻസ് എന്തോ എടുക്കണം. കറക്റ്റ് അറിയത്തില്ല. പക്ഷേ ഇൻഷുറൻസ് എടുക്കണം. നമ്മൾ എത്രയോ ശതമാനം അടയ്ക്കുകയും ചെയ്യണം. ഇവിടെ ആയതിന് ഞാൻ രക്ഷപ്പെട്ടു പോയി. അല്ലെങ്കിൽ ഇപ്പോൾ 30,000-40,000 രൂപയുടെ ബില്ല് വന്നേനെ. ഞാൻ ഇവിടെ 2-3 ദിവസം നിന്നു. അവൻ ജനിച്ച സമയത്ത് ആ ഹോസ്പിറ്റലിൽ വേറെ ആരും ജനിച്ചിട്ടില്ലായിരുന്നു ആ അടുത്ത ദിവസം. അപ്പം നേഴ്സ് എനിക്ക് നല്ല രീതിക്ക് കെയർ തന്നു. ഇവൻ ജനിച്ച ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നേഴ്സ് വന്നിട്ട് "ഡു യു വാണ്ട് us to take him for a little bit" എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞൊക്കെ കിടന്ന് യെസ് എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങി. ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ എണീറ്റ്. കാരണം അവൻ ഫോർമുല മിൽക്ക് കുടിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ എണീറ്റപ്പോഴാണ് ഇച്ചിരി ഒന്ന് റിഫ്രഷ് ആയത്. കാരണം അത്രയും നേരം ഞാൻ ഉറങ്ങാതെ കിടക്കുമായിരുന്നില്ലേ. എന്നിട്ട് അവനെ പോയി എടുത്തു, നോക്കി. അവിടെ നിന്ന് തുടങ്ങിയ ജേണിയാണ്. അപ്പോൾ ഇവൻ ജനിക്കുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ മദേഴ്സ് ഇൻസ്റ്റിങ് എന്നൊക്കെ പറയത്തില്ലേ, അത് പെട്ടെന്ന് കിക്കിനായി. എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു റഫ് ഐഡിയ കിട്ടിയായിരുന്നു. അപ്പോൾ അതിലാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇവനെ മറ്റേ വലിയ ആൾക്കാരെ പോലെ ഭയങ്കര വഴക്ക് പറയാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വാലൊക്കെ കാണിക്കുമ്പോൾ ഞാൻ നല്ല വാർണിംഗ് കൊടുക്കും. 3-4 വാർണിംഗ് കൊടുത്തിട്ടാണ് അവൻ എൻ്റെ വല്ലതും മേടിക്കുന്നത്. അപ്പോൾ അവനറിയാം. അവൻ ലാസ്റ്റ് വാർണിംഗ് എത്തുമ്പോൾ തന്നെ അവനറിയാം. അപ്പോൾ ആൾ ഇച്ചിരി ഡീസൻ്റ് ആവും. അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിൻ സ്ട്രഗിൾ. അത് ഞാൻ മെൻ്റലി ഞാൻ ഡിപ്രഷൻ ആവാത്ത എന്തെന്ന് ചോദിച്ചാൽ അയ്യോ ആളെണീറ്റ് വന്ന് ഹലോ പൊന്നെ ഗുഡ് മോർണിംഗ്. I was asleep, yeah. How are you? Good. You want to go lay down for a few minutes? No. Okay. Look, pigeons outside. Is it? Pigeons. It's where? Look, that's a pigeon outside. Is it green? It's just sitting there Why? because they're bored. Why are they bored? Look, they're playing a game. There's another one over the other side. You see that? Yeah. ആളെ ഉറക്കം എണീറ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. How did you sleep? Did you sleep good? നല്ലോണം ഉറങ്ങിയോ നീ? You sleep? Did you sleep good? Good. Okay. അപ്പം അങ്ങനെ കുറേ സ്ട്രഗിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കിക്കിനായതിനു ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യത്തിന് വേണ്ടി ടേക്ക് കെയർ പുള്ളിക്കാരത്തി പറഞ്ഞു തന്നു. പിന്നെ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തങ്ങ് പോയി. അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ നമ്മൾ വിഷമങ്ങൾ പറയുമല്ലോ, ഞാൻ എന്ത് ചെയ്യുന്ന അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് കിട്ടിയ 2 സൊല്യൂഷൻ എന്ന് വെച്ചാൽ, 1 വന്ന് കൊച്ചിനെ നാട്ടിൽ കൊടുത്തിട്ട് പോകും, 2 നിനക്ക് പറ്റില്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ചെയ്യുന്നത്, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്കിത് 2 ഓപ്ഷനും പറ്റത്തില്ല. കൊച്ചിനെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ നിന്ന് ജനിപ്പിച്ചിട്ട് ഞാൻ നാട്ടിൽ കൊണ്ടു കൊടുക്കും. അല്ലെങ്കിലും ജനിച്ച ഉടനെ എന്തത് പാസ്പോർട്ടില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, ഒരു തേങ്ങയില്ലാതെ ഞാൻ എങ്ങനെയാണ് നാട്ടിൽ കൊണ്ടുപോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് അതൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞാൻ അവനെ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിയിൽ വളർത്തിയെടുത്ത് ഇങ്ങനെയൊക്കെ പോകുന്നു. അല്ലേടവനെ അവന് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കുറവൊന്നും ഇല്ലാതെ ഞാൻ വളർത്തിയെടുത്തു. പിന്നെ ആള്
ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിക്കുന്നത്. അത് ഞാൻ ഇവിടെ വന്നിട്ട് കുറേ മലയാളമൊക്കെ പറഞ്ഞു തുടങ്ങി. എടാ മോനെ No. നീ പറ. കുറേ മലയാളമൊക്കെ ഇപ്പോൾ വന്ന് പഠിച്ച്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ മലയാളത്തിൽ മറ്റേ അത് പോയി ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചെയ്യും. പക്ഷേ ഒരുപാട് നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കരയിപ്പിച്ചുകൊണ്ട് അന്നൊക്കെ എനിക്കിത് വിഷമമായിരുന്നു. പക്ഷെ പിന്നീട് അതെനിക്ക് വെറുപ്പായി മാറി. മനസ്സിലായോ? നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമ്മളെ ഒരാൾ എങ്ങനെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പം ആ ഒരു ടൈമിലൊക്കെ എന്നെ ട്രീറ്റ് ചെയ്താൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ എക്സാക്ട്ലി എങ്ങനെയാണെന്ന് കിടപ്പുണ്ട്. അപ്പം ഞാനെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞ ഡയലോഗ്സും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവൻ വലുതാകുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു കൊടുക്കും, എന്നോട് എന്താണ് പറഞ്ഞത്, ഇങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ആയത്. അപ്പോൾ ഇവൻ്റെ മനസ്സിലും ഒരു ബാഡ് ഇമേജ് ഉണ്ട്. ബിക്കോസ് ഞാൻ കരയിനെ കണ്ടിട്ടുണ്ട്. പുള്ളി അവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കരയിനെ കണ്ട് ഇവന് സഹിക്കത്തില്ല. ഇവന് ഒരു മിഠായി മേടിക്കാൻ പോയാൽ പോലും 1 for you 1 for me എന്നാണ് പറഞ്ഞ് മേടിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ കൺമുമ്പേ കുറേ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. ഇവൻ കണ്ടിട്ട് ഇവൻ തന്നെ എന്നോട് കുറേ കാര്യം പറയും. അപ്പം ഞാൻ എന്നോട് അങ്ങനെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല, അങ്ങനെയാണ് എന്ന് പറയും. അപ്പം ഞാൻ അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ പറഞ്ഞ് പറയിപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഞാനായിട്ട് എന്തെങ്കിലും ഞാൻ അവനോട് പറഞ്ഞു, എടാ മോനെ പറയാം, അവൻ പറയത്തില്ല. അവന് ഇഷ്ടമുള്ള കാര്യം മാത്രം, അവന് താല്പര്യമുള്ള കാര്യം മാത്രമേ അവൻ പറയത്തുള്ളൂ. അവൻ കണ്ടിട്ടുള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ എന്തോ പറയാനാ, ആകെ ശോകമാണ്. പക്ഷേ അവനിപ്പോൾ ഒരച്ഛനായിട്ടാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും ഞാൻ ഇത്രയും നാളുണ്ടായിട്ടുണ്ട്. ഇനിയും ഞാൻ ഉണ്ടാവും. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ നോക്കും. എനിക്ക് ആകെ ടെൻഷനായിരുന്നെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ഒന്നാണ് മരിച്ചത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു. എന്തെങ്കിലും എനിക്ക് പറ്റിയാലോ, എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഇവനെ ആരറിയും. ഇവിടെ എനിക്കെന്തെങ്കിലും പറ്റിയാൽ എനിക്കൊരു നെഞ്ചുവേദന വന്ന് ഞാൻ വീണുപോയി ഇവനെ ആര് വന്ന് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഡേ കെയർ പുള്ളിക്കാരത്തിയോട് വരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നും എന്നെ ചെക്ക് ചെയ്യണേ, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ വിളിച്ചിട്ട് 2-3 തവണ കഴിഞ്ഞ് വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾ പോലീസിനൊക്കെ വിളിക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡേ കെയറിന് സമയത്ത് ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരത്തി അതൊക്കെ വിളിക്കും. എന്നോട് പറഞ്ഞാൽ അങ്ങനെയൊന്നും നീ പേടിക്കരുത്, എൻ്റെ പ്രായത്തിൽ അങ്ങനെയൊന്നും വരത്തില്ല. പക്ഷെ ആർക്കറിയാം, എന്തുകൊണ്ടെങ്കിലും സംഭവിക്കാമല്ലോ. അതൊക്കെയാണ് അവസ്ഥ അല്ലേടാ പിന്നെ. Yeah. Do you like mommy? Do you like mom? I love you too. മറ്റേ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചാൽ ശരിയാവത്തില്ല, അവൻ വേറെ പലതുമൊക്കെ പറയും. അപ്പം അവൻ്റെ മനസ്സിലൊരു ബാഡ് ഇമേജ് ഉണ്ട്. അത് ഞാനായിട്ട് വരുത്തിയതല്ല. പക്ഷേ എന്തോ പറയാനാ, എണീക്കുമ്പോഴും കാണുമ്പോഴും ജനിച്ചപ്പോഴും തൊട്ട് എന്നെ മാത്രമാണ് കാണുന്നത്. അപ്പോൾ അവന് ഞാനാണല്ല, ഞാനില്ലാതെ അവന് പറ്റത്തില്ല. അല്ലേടാ മോനെ? അപ്പോൾ എന്തായാലും അതൊക്കെയായിരുന്നു ഒരു മേജർ സ്ട്രഗിൾ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം 2 ആഴ്ച മറ്റേ ആ സ്ട്രെസ്സ് കാരണം ഒരു 10-20 കിലോ കുറഞ്ഞു. ഓൾമോസ്റ്റ് 10-20 കിലോ കുറഞ്ഞു. കാരണം ഞാൻ ആകെ ജോലി, കൊച്ച്, ഫുഡ്, അസൈൻമെൻറ്റ്, ക്ലാസ് എല്ലാം കൂടെ ആയപ്പോൾ മേ ബി അതൊക്കെ കൊണ്ടാവാം എനിക്ക് ഈ ഡിപ്രഷൻ വന്നിരുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്തോ ഇല്ലേ, അതൊന്നും വരാത്ത. കാരണം അന്നൊന്നും സമയമില്ലായിരുന്നു. സമയം ഉണ്ടെങ്കിലല്ലേ ഇരുന്ന് വിഷമിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ 100 കാര്യത്തിനിടയ്ക്ക് എനിക്ക് വിഷമിക്കാൻ പോലും സമയമില്ല. ഞാൻ ഏറ്റവും പേടിച്ചൊരു സീനുണ്ട്. അതായത് ഞാൻ ഒരു പിക്ചർ ഇടാം. ഞാൻ ആ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ടയേർഡായി ചാകാറായിരിക്കും. പക്ഷെ എന്നിട്ട് ഞാൻ അവനെ മടി വെച്ചിട്ടാണ് ഉറങ്ങിപ്പോയത്. അപ്പം ഞാൻ എന്നിട്ട് ആ ദിവസം ഞാൻ അത്രയ്ക്കും ടയേർഡായിപ്പോയി. അങ്ങനെ ഞാൻ ഇവനെ ഒരുമിച്ച് ഒരു ബെഡിൽ കിടക്കുന്നത്. ആദ്യം ഇവന് മറ്റേ ബാസ്ലെറ്റിൽ കിടത്തുന്നുണ്ടായിരുന്നു. പിന്നെ വന്ന് കള്ളൻ എൻ്റെ ബെഡിൽ കയറി കിടന്ന് ഉറങ്ങി. ഇപ്പോൾ ഒരു 2 ആഴ്ചയായിരിക്കും. അപ്പം ഞാൻ
പോകാറായി. അത്ര ഉറക്കമില്ല. ഇവയെല്ലാം 45 മിനിറ്റ് എണീക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നെ നെഞ്ചത്ത് ഇങ്ങനെ കിടത്തിയിട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ആൾ വന്നിപ്പോൾ എൻ്റെ മടിയിരിക്കുന്നത്. അങ്ങനെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ, മറന്നു, ആലോചിക്കട്ടെ. അപ്പോൾ ഞാൻ ഈ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നു. ആരോ കരയുന്നതല്ല എന്തൊക്കെ. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോഴേ ഇപ്പം ഞാൻ ബെഡിൻ്റെ ഒരു മുക്കാലറ്റത്താണ് കിടന്നേ. ബെഡിൻ്റെ കറക്റ്റ് I don't go in the auto. ഓട്ടോയിൽ പോവാം. Can you go in the auto? Okay, we'll go today in auto. Okay? Can I go sit on the couch? Okay, go. ടെൻഷനിൽ തന്നെ കൊച്ച് ഉറക്കടിച്ചിട്ടുണ്ട് മാത്രം. അപ്പം അവനിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവൻ ബെഡിൻ്റെ അറ്റത്ത് കമന്ന് ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞു. ബെഡിൻ്റെ അറ്റം അവൻ ഒന്ന് ഊരില്ലെങ്കിൽ തറയിൽ വീണേനെ. ഞാനങ്ങ് നെഞ്ചിടിച്ചു. ഞാൻ പെട്ടെന്ന് അവൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഞാൻ പിന്നെ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. ഞാൻ അറിയാതെ മയങ്ങിപ്പോയി. അത്രയും 2 ആഴ്ച അടുപ്പിച്ച് ഉറങ്ങിയിട്ടില്ല നേരെ. അപ്പം ആദ്യമായിട്ട് ഡേ കെയർ പുള്ളിക്കാരത്തി എൻ്റെ വീട്ടിൽ വരുന്ന ഇവിടെ 3 ദിവസം ആകുമ്പോഴാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഭയങ്കര ഓവർ കെയർഫുള്ളായിരുന്നു. അവനെ കിടത്തുകയാണെങ്കിൽ ബെഡിന് അങ്ങറ്റം കൊണ്ടുപോയി അവനെ കിടത്തിയിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും പേടിച്ചു പോയൊരു സീൻ അതായിരുന്നു. അവനെങ്ങാണ്ട് വീണ് അവൻ്റെ കയ്യോ കാലോ ഓടിച്ചെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഞാൻ ഇവിടെ അക്സെപ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കായി. പക്ഷേ ഒരു മനുഷ്യന് എത്ര ഉറങ്ങാതിരിക്കാൻ പറ്റും? അങ്ങനെ അതായിരുന്നു ഞാൻ ഏറ്റവും പേടിച്ചത്. അതിനുശേഷം അവനെ മാക്സിമം ഞാൻ വളർത്തിയെടുത്തു. അവനാവശ്യമുള്ള എല്ലാം ഇപ്പോൾ അധികം പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ പോലും അവനാവശ്യമുള്ള എല്ലാം ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് വല്ലതും വേണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ അധികം ലിപ്സ്റ്റിക്കും അതൊന്നും ഇടാത്ത എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ അവൻ്റെ നീഡ്സ് എപ്പോഴും മീറ്റ് ചെയ്യാൻ ഞാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ നീഡ്സൊക്കെ മീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോസ്റ്റ് മദേഴ്സ് ആർ ലൈക്ക് ദാറ്റ് അല്ലേ. അപ്പോൾ എനിക്ക് അത്രയും നാൾ ആ ഒരു മദേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ അനിയന്മാരായിട്ട് അടി കൂടും, അവിടെ നിന്ന് പിടിച്ച് മേടിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷേ ഒരമ്മയൊക്കെ ആയതിനു ശേഷം മൊത്തത്തിലങ്ങ് മാറി ഞാൻ. അപ്പം എൻ്റെ പണ്ടത്തെ അലമ്പ് ക്യാരക്ടറും ഞാൻ എപ്പോഴും ഉള്ളത് ഇപ്പം ഞാൻ എല്ലാം പോട്ടെ കുഴപ്പമില്ല അങ്ങനെ ഒരു ക്യാരക്ടറായിപ്പോയി. മുമ്പേ അങ്ങനെയൊന്നുമല്ല. മുമ്പേ ഞാൻ ചെറിയ കാര്യത്തിന് തലകുത്തി കഴി ഉണ്ടാക്കും വീട്ടിൽ. ഇപ്പോൾ ഞാൻ എല്ലാത്തിനും സാരമില്ല എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുന്ന കണ്ടല്ലേ കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പം ഞാനൊരു നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കണമല്ലോ അവൻ്റെ ലൈഫിൽ. അപ്പം ഞാൻ അവൻ്റെ മുമ്പേ അടി ഉണ്ടാക്കുകയോ ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നുമില്ല. അവൻ വല്ലപ്പോഴാണ് ഞാൻ കരഞ്ഞ് കണ്ടിട്ടുള്ളത്. അതും ആ ഒരു സാഹചര്യത്തിൽ എന്നെ ഹേർട്ട് ചെയ്യാൻ അത്രയും പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്നോട് ചോദിക്കും, ഹൂ മെയ്ഡ് യു ക്രൈ, വൈ ഡിഡ് ദേ മേക്ക് യു ക്രൈ, ഐ വിൽ ഹിറ്റ് ദം എന്നൊക്കെ അവൻ പറയും. ഞാൻ പിന്നെ നോ ഡോണ്ട് ഹിറ്റ് ദം, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു നോ ദേ ഹേർട്ട് യു, ഐ ഡോണ്ട് ലൈക്ക് ദം എന്നൊക്കെ അവൻ പറയും. അങ്ങനെ പുള്ളിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പോലീസിനൊക്കെ വിളിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവൻ അങ്ങയുടെ അടുത്ത് പോയി 2-3 ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഞാൻ അവനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അല്ലാതെ അവൻ മറ്റേ എന്ന് പറഞ്ഞ് പോയിട്ടില്ല. ഓക്കെ, അപ്പം അതൊക്കെയായിരുന്നു. വലുതായിട്ട് വേറെ ഒന്നും പറയാനില്ല. You don't scream. The tab is right there in the room. Go bring it. Go. Oh, it's right there. Bring. Why didn't you just bring it? I was just taking a video, Leah. Don't scream, okay? You guys need to go get me. Okay. Don't scream. Say sorry, honey. Sorry. Okay. Okay. Now you on YouTube. YouTube video എടുത്തിട്ട് വരാം. അപ്പോൾ അതൊക്കെയാണ് കാര്യം. എന്തായാലും അതെല്ലാം ക്രോസ് ചെയ്തു. എൻ്റെ 2ാം വർഷം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു 85% സ്ട്രെസ്സ് തീർന്നത്. എൻ്റെ ജോലിയും മാറിയായിരുന്നു. എന്നെ അവിടെ പട്ടിയെപ്പോലെ അവർ പണി ഏൽപ്പിക്കുകയും ചെയ്തു. അവിടെയൊക്കെ പണി ചെയ്യാൻ ഒന്നും കൊള്ളില്ല. പിന്നെ വേറെ പൈസ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ അവിടെ ജോലി കിട്ടുകയാണെങ്കിൽ ചെയ്യണം. ഞാൻ പറഞ്ഞ കടയിൽ, നേരത്തെ പറഞ്ഞ കടയിൽ. അപ്പം അത്രയും സാഹചര്യം ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ അവിടെയൊക്കെ അത്രയും നാൾ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അവിടെ അത്രയും വർക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങാറായപ്പോൾ റെഫറൻസ് ചോദിച്ചപ്പോൾ അവർ റെഫറൻസ് തന്നില്ല. എന്നെ പറ്റി 2 കാഷ്യറും സെൽഫ് ചെക്കൗട്ടിലും മാറ്റിയിട്ട് പണി എടുപ്പിച്ചവരാണ്. പക്ഷേ റെഫറൻസ് ചോദിച്ചപ്പോൾ തന്നില്ല. ഓ അങ്ങനെ അന്ന് അങ്ങനെ ചെയ്ത ഓർമ്മയുണ്ടോ, ഇങ്ങനെ ചെയ്ത ഓർമ്മയുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് റെഫറൻസ് പോലും തന്നില്ല നാറുകൾ. അപ്പം റെഫറൻസ് ഇല്ലാതെ ക്യാൻറ്റീനിൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് വേറൊരു ജോലി ഒപ്പിച്ച് അങ്ങ് ജീവിച്ച് പോയി PR ആയി. ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് ഇത്രയും നാൾ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഒരു സ്ട്രഗിളാണ്, ആരും പറയാത്തൊരു സ്ട്രഗിളാണ്. മെൻ്റലി അത് എന്തുമാത്രം ഡ്രെയിനിങ് ആണ്. ഞാൻ ഒരു സ്റ്റേജിൽ എനിക്ക് ഭ്രാന്തായിട്ടുണ്ട്. ഞാൻ കുഞ്ഞാണ്, ബേബിയാണ്, ഇവനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ക്രൈയിങ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ ഒരവസ്ഥ ഉണ്ട്. പക്ഷേ അവനെന്തറിയാം, ഞാൻ പറയണമെന്നും കേൾക്കുന്നില്ല, അവൻ അറിയുന്നുമില്ല. ഞാനവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരവസ്ഥയിലൊക്കെ. പക്ഷേ നമ്മളത് ഓവർകം ചെയ്ത് വരും. നമുക്ക് എല്ലാവർക്കും എമോഷൻസ് എല്ലാം ന്യൂട്രൽ അല്ലല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും നല്ല ബോണ്ടാണ്, നല്ല ഒരു മൊമെൻറ്റ്സ് ആൻഡ് ബോണ്ടാണ്. അവന് കളിക്കാനാണെങ്കിലും അവനെവിടെയെങ്കിലും പോകാനാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും അടി കൂടാനാണെങ്കിലും എല്ലാം നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഹീസ് ഹാപ്പി, ഐ എം ഹാപ്പി. അപ്പോൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ വന്ന് സെറ്റിലാവണം, ഇതാണ് പ്ലാൻ. അപ്പം ഇതാണ് ശരിക്കും ഉള്ളൊരു ചെറിയൊരു കഥ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. യു ഗൈസ് ഹാവ് എ ഗുഡ് ഡേ. Bye bye.